പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിക്കാൻ വരുമ്പോൾ നമ്മൾ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് വരുന്നത്. നാടകങ്ങളിൽ അഭിനയിക്കണമായിരുന്നു, അതായിരുന്നു ഒരു ബേസ്. നാടകത്തിൽ അഭിനയിച്ച് അതൊക്കെ ഇപ്പൊ അതല്ല, റീൽസ് അഭിനയിച്ചാണ്. ഞാൻ ദുബായിലായിരുന്നു 15 years അവിടെ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാറ്. ഇപ്പൊ നാട്ടിൽ സെറ്റിലായി ഇപ്പൊ ഫിലിമുകള് പരസ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. വിജയിക്കുന്ന ഒരു പാഠത്തില് ഒരു സീൻ മതി. അതാണ് വാഴ എന്ന് പറഞ്ഞ പടത്തില്. കാരണം ഇപ്പൊ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പടത്തിൽ നായികയോ നായകനോ ആയിട്ട് കാര്യമില്ല. ഹിറ്റാകുന്ന ഒരു പടത്തിൽ ഇപ്പം വാഴ 2 കാണാത്ത ആരുമില്ല. ചേച്ചി ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുക ചെയ്തേ, അല്ലാണ്ട് ദിലീപേട്ടന്റെ കൂടെ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെന്നപ്പോ ഇതിലത്തെ എല്ലാ സീൻസും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അമ്മ തെല്ലിയാലിന്റെ 2 വർഷമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് നല്ലതിനു വേണ്ടി പറയുന്നു. കാലം അതിന്റെ റിസൾട്ട് തരും. എനിക്ക് തോന്നുന്നത് ചേട്ടൻ രാഷ്ട്രീയമാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ല, രാഷ്ട്രീയമൊക്കെ പിന്നെ വന്നതാണ്. അല്ലെങ്കിലും ചേട്ടൻ ഒരു ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ളത് പബ്ലിക്കിന് അറിയാം. അതാണോ കാരണം? അല്ല, അത് ഒരു ചെറിയ കാരണമേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭരണത്തിനെതിരെ പറയുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ടാവും. ആലി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വളരെ ബന്ധപ്പെട്ട 2 താരങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്, കൃഷ്ണപ്രസാദ് ഹേമദാസ്. അപ്പൊ ആലിയിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ചാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ? വാഴയിലും നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷെ സെപ്പറേറ്റ് ആണ്. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയാണ്? വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ഒരു എത്ര വർഷം? എനിക്ക് തോന്നുന്നു ഒരു 40 വർഷമായി. ശരിക്കും പറഞ്ഞാൽ 40 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട്? എനിക്കും ആളുടെ വൈഫായിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയില് നമ്മളൊക്കെ ചെറുപ്പത്തിലെ തൊട്ട്, മീൻസ് ഏജിന്റെ അല്ല, നമ്മള് ചെറുപ്പത്തിലെ തൊട്ട് കാണുന്ന ഒരു കഥാപാത്രമാണ്. പല സിനിമകളിലും കണ്ട ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പോകുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ അതെല്ലാം മാറി. ആ ഒരു സിനിമയുടെ ഒരു ലൊക്കേഷൻ തന്നെ ഒരു വീടായിരുന്നു. അതില് ഹസ്ബൻഡ് വൈഫ് ഒരു ഫാമിലിയുടെ കഥയാണ്. അച്ഛനും അമ്മയായിട്ടാണ്. കംഫർട്ടബിൾ ആയിരുന്നു. ആള് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചെയ്യണതിൽ എന്തെങ്കിലും ഇതൊക്കെ എന്താ വെച്ചാൽ കറക്റ്റ് ചെയ്ത് നമ്മളോട് പറയും, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നാവും. എക്സ്പീരിയൻസ് ഉള്ള ഒരാള് നമുക്ക് പറഞ്ഞു തരുമ്പോ അതൊരു വലിയ ഇതാണ്. ചേട്ടനാണെങ്കിൽ കൂട്ടുകാരനായിട്ട് തുടങ്ങി അല്ലെ, അനിയനായി, ഇപ്പൊ അച്ഛൻ വേഷങ്ങളിലാണ് കൂടുതൽ എങ്കിലും പോകുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ വന്നുകൊണ്ടാണ് 40 വർഷമായത്. അത്ര പ്രായമൊന്നുമില്ല. അല്ല, അതിന്റെ അല്ല, നമ്മള് ഞാൻ പറഞ്ഞല്ലേ വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടെക്നിക്കൽ സൈഡുകൾ ഒത്തിരി മാറുന്നു. അപ്പം കാലത്തിനനുസരിച്ച് പ്രാക്ടിക്കൽ സൈഡിൽ അല്ലല്ല. അപ്പം ആ മാറ്റത്തോടൊപ്പം നിൽക്കുക. അപ്പം നമ്മള് ഒരു 2-3 തലമുറയുടെ ആ മാറ്റം കണ്ടു. അത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ എന്തായാലും ഇത് ഒരു ചെറിയ പടമാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പൊ ഇത് ഞങ്ങള് കന്യാകുമാരിയാണ് നമ്മുടെ ലൊക്കേഷൻ. നല്ല ഭയങ്കര ഒരു തറവാടത്തുള്ള ഒരു വലിയ വീടും ഭയങ്കര നല്ല നല്ല ആംബിയൻസ് ഉള്ള ലൊക്കേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ വലിയ ബഹളങ്ങളില്ലല്ലോ, ഭയങ്കര തിരക്കുള്ള വേറെ ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. യുവതാരങ്ങളൊക്കെ പുതിയ ആളുകളാണ്, കുറെ പുതിയ മുഖങ്ങൾ. പക്ഷെ നിങ്ങളാണ് കുറച്ച് സീനിയർ. അതെ. അല്ല, ഇപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ ഇത് ഓണത്തിന് റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. കാരണം വലിയ പടങ്ങൾ, അതെ, വമ്പൻ സിനിമകളുടെ ഇടയിൽ തിയേറ്റർ കിട്ടണം, അതോടൊപ്പം കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞില്ലേ, വലിയ ബഹളത്തിനിടയിൽ ഒരു ചെറിയ പടത്തിന് ചിലപ്പോ ഒരു സ്പേസ് കിട്ടാറുണ്ട് പലയിടത്തും. അപ്പൊ ആ സ്പേസ് ആണ് നമ്മൾ ഈ ആലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ഈ പറഞ്ഞില്ലേ, കന്യാകുമാരി എന്ന് മാത്രമല്ല, പിന്നെ അവര് UAE ഷൂട്ട് ചെയ്തു. അപ്പം ഇതൊരു എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോയ ഒരു പടമാണ്. നന്നായിരിക്കും. 2 ലാംഗ്വേജിലും ഇറങ്ങുന്നുണ്ട് ആ പടം. അപ്പം പിന്നെ ഒത്തിരി 7-8 പാട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാട്ടുകൾ കുറവാണ് ശരിക്കും സിനിമയിൽ. പാട്ടില്ലാത്ത പടങ്ങളാണ് കൂടുതൽ. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും ആ ഒരു രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന്
വലിയ ബഹളത്തിനിടെ വലിയ താരങ്ങളുടെ എന്താ പറയാ അതിന്റെ ഇടയിൽ ഒരു കൊച്ചു സിനിമ, ഒരു കൊച്ചു സിനിമ അത് ഇതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു കണ്ണു വെക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം. കൊച്ചു സിനിമകളും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കണേ. അതെ. തെളിവാണ് വാഴ. അതെ, അതെ, വാഴയുടെ അതെ. പ്രധാന വേഷം അതെ, ചെയ്താണ്. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കാലത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നല്ലേ, കുറച്ചു കാലം മുമ്പ് വരെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ആ ഒരു വേഷമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും പറയുന്നത് വാഴയെ കുറിച്ചായിരിക്കും. എങ്ങനെ പോകുന്നു? ഞാൻ ചോദിച്ച സിനിമയിൽ വന്നത് കുറച്ച് വൈകിയാണോ വന്നത്? ഞാൻ ദുബായിലായിരുന്നു 15 years അവിടെ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാറ്. ഇപ്പൊ നാട്ടിൽ സെറ്റിലായി ഇപ്പൊ ഫിലിമുകള് പരസ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ കുറച്ച് വൈകി പോയി തോന്നുന്നു സിനിമയിൽ വന്നത്. എല്ലാത്തിനും ഓരോ സമയം. അല്ല, അത് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു? അതോ സ്കൂള് കോളേജിലൊന്നും ഞാൻ തീരെ ആക്റ്റീവ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഡാൻസോ പാട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദുബായിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഒരു ഫിലിം എടുത്തു. അപ്പൊ അതിലൊരു 4 സീൻ ചെയ്തു. അതായിരുന്നു ഒരു തുടക്കം. 369 എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷമാണ് പടങ്ങൾ അധികം വന്നു പറയുന്നത്. ബ്രേക്ക് ആയത് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അതൊക്കെ ചേട്ടാ പിന്നെ കാരണം അന്ന് ആ കുറച്ചേ ഉള്ളൂ ആ സീനിലെങ്കിലും ആ ഒരു സീനായിരുന്നു. അല്ല, വിജയിക്കുന്ന ഒരു പാടത്തില് ഒരു സീൻ മതി. അതാണ് വാഴ എന്ന് പറഞ്ഞ പടത്തില്. കാരണം ഇപ്പൊ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പടത്തിൽ നായികയോ നായകനോ ആയിട്ട് കാര്യമില്ല. ഹിറ്റ് ആകുന്ന ഒരു പടത്തിൽ ഇപ്പം വാഴ 2 കാണാത്ത ആരുമില്ല. അപ്പൊ വാഴ 2 എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീൻ ചെയ്താൽ മതി, ആളെ നോട്ട് ചെയ്തിരിക്കും. അതാണ് ഇപ്പം എന്തൊക്കെ ആയാലും നമുക്കാണേലും. ഞാനാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണ് വാഴ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇതുപോലൊരു വേഷം ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ഇന്ന് വരെ പോലീസ് വേഷങ്ങൾ ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റി. അത് ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതല്ല, അത് പുതിയ തലമുറയിൽ കൊച്ചുകുട്ടികൾ പോലും എന്നെ തിരിച്ചറിയും. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് ഏജിലായിട്ടുള്ളവരല്ലേ നമ്മളെ തിരിച്ചറിയുന്നത്. അപ്പൊ അതല്ലാതെ യൂത്ത്, വളരെ കൊച്ചുകുട്ടികൾ തൊട്ട് യൂത്ത് വരെ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയാൻ ഈ വാഴ 2 സഹായിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വാഴയൊക്കെ ഇന്നത്തെ തലമുറയുടെ സിനിമ. പഴയ തലമുറയിലെ അന്നത്തെ വേനൽക്കിനാവ് അഭിനയിച്ച ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇന്നത്തെ ഒരു യൂത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ അന്നത്തെ യൂത്ത് ആണല്ലോ നിങ്ങളെല്ലാവരും. ഇന്ന് വരുമ്പോൾ ഇതിനകത്തുണ്ട്. ഞാൻ ചോദിക്കണേ, എങ്ങനെയാണ് ആ ഒരു മാറ്റങ്ങൾ ഏതെല്ലാം തരങ്ങളിലാണ്? ടെക്നിക്കലി മാറ്റമുണ്ട്, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ട്. ഇപ്പം ഈ ടെക്നിക്കൽ സൈഡോ പണ്ട് അംബാസഡർ കാറായിരുന്നു. അല്ല, ഈ ഞാൻ പറഞ്ഞ ഇതിന്റെ ടെക്നിക്കൽ സൈഡോ അങ്ങനത്തെ ഒന്നും അല്ലാതെ ഇന്നത്തെ യൂത്തിന്റെ അന്നത്തെ നിങ്ങളുടെ ഒരു ചിന്താഗതിയും ഇന്നത്തെ ചിന്താഗതിയും തമ്മിൽ അതിലെന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു? അഭിനയത്തിന്റെ കാര്യത്തിലായാലും സിനിമയോടുള്ള അവരുടെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിക്കാൻ വരുമ്പോൾ നമ്മൾ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് വരുന്നത്. നാടകങ്ങൾ അഭിനയിക്കണമായിരുന്നു. അതായിരുന്നു ഒരു ബേസ്. നാടകത്തിൽ അഭിനയിച്ച് അതൊക്കെ ഇപ്പൊ അതല്ല, റീൽസ് അഭിനയിച്ചാണ്. റീൽസിൽ അന്ന് സിനിമയിൽ എത്തിപ്പെടാനും ബുദ്ധിമുട്ടാണ്. ഈസിയാണ്. അതെ, അതാ ഞാൻ പറഞ്ഞു വളരെ ഈസിയാണ്. കാരണം ഞാൻ വരുന്ന കാലത്തൊക്കെ മദ്രാസിലാണ് സിനിമ. ഇന്നതല്ല, നമുക്ക് വിരൽത്തുമ്പിൽ നമുക്ക് വളരെ എന്താ പറയാ, വളരെ അടുപ്പമാണ് സിനിമ എന്ന് പറയാം. സിനിമയിൽ കയറാനും സിനിമയിൽ അഭിനയിക്കാനും സിനിമയിലെ ഏതെങ്കിലും ഒരു പാർട്ടാവാനും ഒക്കെ നമുക്ക് സാധിക്കും. വളരെ ഈസിയാണ്. അപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കൂടുതൽ അല്ല, അത് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഏതിലും ഉണ്ടല്ലോ കോമ്പറ്റീഷൻ. കുറച്ച് പേരുള്ളൂ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് നിലനിന്ന് പോകും. ഓപ്ഷൻസ് കുറവാണ്. അനിയനായിട്ട് വിളിക്കുമ്പോൾ അതെ, ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ പോലെയാണ്. കാരണം ഈ പറഞ്ഞ നാടകം എന്നുള്ള ഒരു ബേസിൽ വരുന്ന സിനിമയിൽ വന്ന് വളരെ ചുരുക്കം പേരൊക്കെ കാണും. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരാളെ കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊബൈലില്ല, ഇതൊന്നുമില്ല, ഒരു ഫോൺ. അല്ലെങ്കിൽ അന്നത്തെ ഫോൺ എന്ന് പറയുന്നത് തന്നെ പിന്നെ വേറൊരു വീട്ടിൽ PP എന്നൊക്കെ പറഞ്ഞു വെച്ച് സെപ്പറേറ്റ് ഇതിൽ അവിടെ കോൾ ചെയ്തൊക്കെ കണ്ടൊക്കെ പിടിച്ചു വരുന്ന സംഭവമാണ്. അപ്പൊ അതൊക്കെ ഒരു കാലത്തിന്റെ മാറ്റം. ഇപ്പൊ സാങ്കേതിക വിദ്യകളിൽ വളരെ മാറി. ഇന്നിപ്പോൾ റീൽസാണ് കൂടുതൽ. റീൽസിൽ അഭിനയിച്ചവരല്ലേ ഐഷറും മറ്റുള്ളവരും ഒക്കെ. അപ്പൊ അവരെല്ലാം അവിടെ വരുമ്പോ തന്നെ പ്രേക്ഷകർ അവര് സിനിമയിൽ അധികം പുതുമുഖങ്ങളാണെങ്കിലും അവര് ഓൾറെഡി സ്റ്റാർസ് ആണ്. അതേ പറഞ്ഞു, അവരവിടെ വരുമ്പോ അഭിനയിക്കാൻ വരുമ്പോ തന്നെ അവർക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവരിങ്ങനെ ചെയ്തോണ്ടല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അപ്പം ഈ ഒരു വ്യത്യാസങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറെന്താ കാര്യം. പണ്ട് ഫിലിം ക്യാൻ ആയിരുന്നു അല്ലേ? ഇപ്പൊ ഇതൊന്നും അല്ല, ചിപ്പിട്ട പോലെ കാര്യങ്ങളായി. ടെൻഷനാണ്. ആ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു ചെറിയ ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ പണ്ടത്തെ ഡയറക്ടേഴ്സ് എല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുക. കാരണം ഈ ഫിലിം എക്സ്പോസ് ആയിട്ട് കൂടുതൽ പോയാൽ ഏറ്റവും കൂടുതൽ ചെലവ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രൊഡ്യൂസറിനുണ്ടാകുന്ന ഫിലിമിന് വേണ്ടി. അതുകൊണ്ട് അവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാണ് ആ കാര്യം.
ഇപ്പൊ അമ്മ വേഷങ്ങളാണ് കൂടുതൽ, അതല്ലാത്ത വേഷങ്ങളും തേടി വരുന്നുണ്ടാവും അല്ലെ? ഉണ്ട്. എങ്ങനെയാണ് ഇപ്പൊ വരാൻ പോകുന്ന സിനിമ? ഇനിയിപ്പോ റിലീസ് ആവാൻ വേണ്ട ഓട്ടം തുള്ളലാണ് മാർത്താണ്ഡ സാറിന്റെ, പിന്നെ അലി, പിന്നെ ഓട്ടംതുള്ളൽ ഇങ്ങോട്ടും ഷാജോൺ ചേട്ടൻ ആരുടെ പേരായിട്ടായിരുന്നു? ഷാജോൺ ചേട്ടന്റെയാണോ? ടിനി ടോമി ആണ്. എനിക്ക് നിങ്ങൾ കുറെ പേരുണ്ടല്ലോ ഉണ്ട്. അതൊരു കുടുംബ മോഹിനിയാട്ടൊക്കെ ഇറങ്ങില്ലേ, അത് ഏകദേശം ആ ഒരു ഫുൾ കോമഡിയാണ് അല്ലെ? ഫുൾ കോമഡി, ഒരു കുടുംബ ചിത്രം തന്നെയാണ് അതും. പക്ഷെ എങ്കിലും എനിക്ക് ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ സംഭവം, ഹ്യൂമർ സംഭവമാണ് അതിൽ കൂടുതലായിട്ട്. ഇതായിരിക്കും ആദ്യമായിട്ട് പ്രിൻസൽ ഫാമിലിയിൽ ശരിക്കും ഹ്യൂമർ ചെയ്യുന്നില്ല, സിറ്റുവേഷൻ ആണല്ലോ ഹ്യൂമർ, സിറ്റുവേഷൻ ആണ് ഹ്യൂമർ. നമ്മൾ ഈ സൈഡ് ഹ്യൂമർ ചെയ്യേണ്ട കാര്യമില്ല. അതില് ഡയലോഗ്സ് തന്നെ വളരെ കുറവായിരുന്നു, അത് എക്സ്പ്രഷനിൽ കൂടെ കൺവേ ചെയ്യുന്ന. ഞാൻ ചോദിച്ചാൽ അന്ന് എന്തായാലും ഓപ്പോസിറ്റ് ഉള്ളത് ദിലീപേട്ടനാണ്, ഹ്യൂമർ അസാധ്യ ഹ്യൂമർ ചെയ്യുന്നതാണ്. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടാവില്ല എന്തായാലും? ശരിയായോ? ഞാൻ ചോദിച്ചാൽ ആദ്യത്തെ ഒരു ടേക്കിലൊക്കെ തന്നെ ശരിയായോ, അതോ കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി വന്നോ? അല്ല, അത് ആക്ച്വലി ഇത് ഓഡീഷനിൽ കൂടെ എനിക്ക് എന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുക ചെയ്ത്, അല്ലാണ്ട് ദിലീപേട്ടന്റെ കൂടെ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെന്നപ്പോ ഇതിലത്തെ എല്ലാ സീൻസും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ശരിക്കും ഇതിപ്പോ നിങ്ങളെ എങ്ങനെ കണ്ടു അതേപോലെ തന്നെയാണ്, ഒരു തമാശയാണല്ലോ നമ്മൾക്ക്. മോളെ ഇതാക്കി വന്നിട്ട് അമ്മ പ്രപ്പോസ് ചെയ്യണത് ഒരു തമാശയാണല്ലോ. ഞാൻ ആ ഒരു ഇതിൽ തന്നെ കേട്ടിരുന്ന അത് അഭിനയിച്ച് കാണിച്ചു. അപ്പൊ തന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഓക്കെ ആയിരുന്നു. അപ്പൊ പിന്നെയാണ് ഞാൻ അറിയണത് ഈ പ്രിൻസ് എന്ന് പറയുന്നത് ദിലീപേട്ടനാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ശരിക്കും ഒരു ടെൻഷൻ വന്നെന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലേ തൊട്ട് ഇത്രയും ചിരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ, പിന്നെയുള്ളത് കോമഡി ഒക്കെ നന്നായി ചെയ്യുന്ന ജോണി ആന്റണി ചേട്ടൻ, മഞ്ജു പിള്ള, ഇവരൊക്കെയാണ് എന്റെ കോമ്പോ. അത് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സെയിം ടൈം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പാളിപ്പോയ ആ സീൻ മൊത്തം. പക്ഷെ അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, ദിലീപേട്ടന്റെ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ഡയറക്ടറൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചിരിച്ചു കളിച്ചത് അങ്ങോട്ട് നടന്നു പോയത്. ടെൻഷൻ എടുത്ത് അധികം ടേക്ക് ഒന്നും വേണ്ടി വന്നില്ല. ചേട്ടൻ ഇപ്പൊ വേറെ വേഷങ്ങൾ എന്തായാലും ഒരു ബ്രേക്കാണ്, പുതിയ തലമുറ ശ്രദ്ധിച്ചു. അല്ല, അത് ഇപ്പൊ പടങ്ങള് എന്ന് പറയുന്നത് എന്നാലും അങ്ങനല്ല, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഒറ്റക്കൊമ്പം തുടങ്ങി ഒരു 4-5 പടങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. കൃഷി എങ്ങനെ പോകുന്നു? അത് കുഴപ്പമില്ല, ഇപ്പൊ വെള്ളം കയറി മഴയല്ലേ, ഭയങ്കര പ്രളയ സമാനമായ. ഇടക്കാലത്ത് എന്തെങ്കിലും വിവാദം വരും? ഇപ്പൊ എനിക്ക് തോന്നുന്നു അധികം വിവാദങ്ങളൊന്നും പെടുന്നില്ല തോന്നുന്നില്ല. അങ്ങനൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന്. ഈ ഫണ്ടും തുറന്നു പറച്ചിൽ പണ്ടും ഉണ്ട്, പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് അത് കൂടുതൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നല്ലതിനും ഒരു ഇതുണ്ടാവുമല്ലോ. എല്ലാരും അമ്മയെ തല്ലിയാലും 2 വർഷമാണ്, അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് നല്ലതിന് വേണ്ടി പറയുന്നു, കാലം അതിന്റെ റിസൾട്ട് തരും എന്നുള്ള വിശ്വാസക്കാരനാണ്. കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന നല്ലത് ചിലപ്പോൾ ഇന്നുള്ളവർ ചിലപ്പം അത് തിരിച്ചറിയണമെന്നില്ല, നാളെ ഒരു സമൂഹം തിരിച്ചറിയും. ഇപ്പം ഈ നെൽകർഷകരെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു വിഷമം എന്ന് പറയുന്നത് അതുപോലെ ഭീകരമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ മാറ്റം ഈ ഓരോ നമ്മൾ ഗവൺമെന്റിനോടാണ് പറയുന്നത്, അത് ആരാണ് എന്നുള്ളതല്ലല്ലോ, ഇവിടെ ആര് എന്നുള്ളതല്ല, ഗവൺമെന്റ് ആര് ഭരിക്കുന്നു അവരോട് പറയുക, അല്ലാതെ വേറൊരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ചെയ്യുന്നത് ഇതുപോലെയുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ഇതിനു വേണ്ടി സമരമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴത്തെ ഞാൻ രാഷ്ട്രീയം ചോദിക്കില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് മാറി കുറച്ച് മാസങ്ങളായി, എന്തെങ്കിലും ചെറിയ മാറ്റമുണ്ട്. കാരണം കയറി കഴിഞ്ഞാൽ ഉടനെ പൈസ തന്നു, നെല്ലിന്റെ ഒക്കെ കുറച്ച് ഡ്യൂ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നു. അതിപ്പം ഈ ഒരു 2 മാസം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇല്ലല്ലോ. അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു തരാവുന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും, അല്ലെങ്കിൽ തന്നെ പറഞ്ഞതല്ല തിരിച്ചറിയണം കാര്യങ്ങൾ. നെൽകർഷകരുടെ ബുദ്ധിമുട്ടുകൾ, അന്നം ഉണ്ടാക്കുന്ന ഇവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ പറഞ്ഞെന്നോ അല്ലെ വേറൊരാൾ പറഞ്ഞെന്നോ അല്ല. ഇതിനൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റും അതിന്റെ മിനിസ്റ്ററും അത് വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ അതിനകത്തൊരു ഇഷ്യൂവിന്റെ ആവശ്യമില്ല. ഇത് ഇഷ്യൂ ആയത് തന്നെ ഈ ഒരു 2-3 കൊല്ലമേ ആയിട്ടുള്ളൂ അല്ലേ. ഈ 2-3 കൊല്ലം മുമ്പ് എങ്ങനെയൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇഷ്യൂ ആവാൻ എനിക്ക് തോന്നുന്നത് ചേട്ടൻ രാഷ്ട്രീയമാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, രാഷ്ട്രീയമൊക്കെ പിന്നെ വന്നതാണ്. അല്ലെങ്കിലും ചേട്ടൻ ഒരു ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ളത് പബ്ലിക്കിന് അറിയാം. അതാണോ കാരണം? അല്ല, അത് ഒരു ചെറിയ കാരണമെന്നേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭരണത്തിനെതിരെ പറയുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ടാവും. അതിപ്പം നേരത്തെ ഉള്ളവര് മാറി ഇപ്പൊ പുതിയത് വന്നാലും പുതിയതിനെതിരായിട്ട് നിൽക്കുമ്പോൾ അതും ഉണ്ടാവും, അക്രമം ഉണ്ടാവും. അത് എന്റെ രാഷ്ട്രീയമില്ലാത്ത ആരുമില്ല. രാഷ്ട്രീയം എല്ലാവർക്കും അല്ല, അത് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മള് എല്ലാവരും
എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന ഏരിയയാണ്. പാവം പിടിച്ച കൃഷിക്കാരനെ സംബന്ധിച്ചോളം അവൻ പറഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കില്ല. ഞാൻ ഇതുപോലെ ചെറിയൊരു അത്യാവശ്യം ഒരു അഭിനേതാവായതുകൊണ്ട് ഞാനിത് പറഞ്ഞതുകൊണ്ടാണ് ഇത് മീഡിയയിലും മറ്റുള്ളവരും വന്ന് ഇത് സർക്കാർ തിരിച്ചറിഞ്ഞതും അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത്. അന്നത് ആ ആശ്വാസം കൊടുക്കാൻ പറ്റിയതാണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഭാഗ്യം. കാരണം എനിക്ക് ഓർമ്മ ജയസൂര്യ ജയേട്ടൻ അതെ അതെ പേരെടുത്ത് അന്ന് മന്ത്രി ഇരിക്കുന്ന സദസ്സിൽ പറഞ്ഞു പറഞ്ഞില്ലേ, നമ്മള് ഇതൊന്നും പറയേണ്ട കാര്യങ്ങളല്ലല്ലോ അല്ലേ. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് അവര് തന്നെ തിരിച്ചറിയുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോ കൃഷി ചെയ്യുന്നു അതിപ്പോ എത്ര നാൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കില്ല, പുറത്തോളം പോവുക അത്രേ ഉള്ളൂ. ലാഭം നോക്കിയിട്ടല്ലാന്ന് ഒരിക്കലും അങ്ങനെ ഒരു ചെറിയ ഇതുപോലും നോക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സൂക്ഷിച്ചു പറയണം. അപ്പൊ ആ ഒരു പേടി ഇപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ? ഞാൻ അധികമായിട്ടില്ല ഫിലിം ഫീൽഡിൽ വന്നിട്ട്, പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള അത്ര ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നെങ്കിൽ ട്രോള് വരും, സൈബർ അറ്റാക്ക് വരും, ഏതെങ്കിലും ഒന്നായിരിക്കും. ഉണ്ട്. അത് ഒരു പേടിയുണ്ട്. എന്താ വെച്ചാൽ നമ്മള് പറയണതായിരിക്കില്ല, നമ്മളല്ലെങ്കിൽ ഉദ്ദേശിക്കണതാവില്ല കേൾക്കുന്നവരെടുക്കണത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇതിനിടയ്ക്ക് അഭിനയിച്ചാലോ അല്ലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക്? അങ്ങനൊന്നും അല്ലല്ലേ, ഇവരൊക്കെ ലോകം കണ്ടവരല്ലേ. കാരണം ഒരു വലിയ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഫീൽഡിൽ നിന്നാണ് വന്നത്. അങ്ങനെയൊക്കെ ഇരുന്നൊരാള് ചിലപ്പം നമ്മളെ അല്ലെങ്കിലും ഈ ഒരു ഫീൽഡിൽ കുറച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഞങ്ങൾ ഈ ആലിക്കകത്ത് അഭിനയിക്കുന്ന സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. കുഴപ്പമൊന്നും വരുത്തുന്ന രീതിയിൽ, അല്ലാതെ പൊളിറ്റിക്സോ മറ്റുള്ള കാര്യങ്ങളോ അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. അതെന്തായാലും സന്തോഷം. ഞങ്ങളുടെ ഈ ഓണത്തിന് ആലി എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കണം അല്ലേ. ഇതൊരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാം ഉണ്ട് ഇതില്. ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ സീരിയസ് ആയിട്ടുള്ള നല്ല ഹ്യൂമർ ഒന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹ്യൂമർ സംഭവം വേണമെങ്കിൽ ചെയ്യാം അല്ലെ. എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അധികം അല്ലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ വാഴയിൽ കണ്ടതാണെങ്കിൽ പ്രിൻസ് ഫാമിലി കണ്ടാലും നിങ്ങളുടെ ഒരു എവിടേക്ക് ഒരു ഹ്യൂമർ സംഭവം ഉണ്ട് രണ്ടുപേർക്കും. അതൊക്കെ ആരെങ്കിലും എന്താ പറയാ നമ്മളെ പരിഗണിക്കട്ടെ. എനിക്ക് തോന്നുന്നു അതിന് ഹ്യൂമർ ചേട്ടൻ അധികം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതാണ് ഭയങ്കരമായിട്ട് അതാ പറഞ്ഞ സിറ്റുവേഷൻ. അല്ല പണ്ടത്തെ കാലത്താണെങ്കിലും അനിയന് കൂടുതൽ ഹ്യൂമർ അധികം ചെയ്യാൻ പറ്റും. സീരിയസ് അത് അങ്ങനെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.